അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്, അവസരങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് മഹാന്മാർ പറയുന്നത്. ഇതുപോലെ നമ്മുടെ പിതാക്കന്മാരെ ശ്രദ്ധിച്ചാൽ, യേശുവിനെ ശ്രദ്ധിച്ചാൽ, അവരെല്ലാം അവസരങ്ങൾക്കായിട്ടിരുന്നില്ല. യേശു രാവിലെ ഇറങ്ങും. യേശുവിൻ്റെ യാത്രയിൽ അവസരങ്ങൾ ഉണ്ടായി വരികയാണ്. അപ്പോസ്തലന്മാർ അതിരാവിലെ ഇറങ്ങിത്തിരിക്കും. അവർക്ക് അവസരങ്ങൾ ഉണ്ടായി വരികയാണ്. ഞങ്ങൾക്കൊരു സമയം വരും, ഞങ്ങളുടെ കാലം വരും എന്ന് പറഞ്ഞാൽ ഒരു കാലനും വരില്ല എന്നുള്ളതാണ് സത്യം. കാലൻ എന്ന് പറഞ്ഞ ഒന്നില്ല. ഇപ്പൊ കാലൻ പോലും വരില്ല. നിങ്ങൾക്കൊരു നല്ല കാലം വരും എന്നുള്ളത് നല്ല കാലത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അവസരങ്ങൾക്കായി എന്നും ഇങ്ങനെ കാത്തിരിക്കുന്ന പരിപാടി നിർത്തിയിട്ട് മുന്നോട്ട് ചുവടുവെക്കുക. പല സഭകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ നീണ്ട ദിവസങ്ങൾ ഉപവാസത്തോടെ ഇരിക്കും. കാത്തിരിപ്പ് യോഗങ്ങളാണ്. ഈ കാത്തിരിപ്പല്ലാതെ ചുവടുവെപ്പ് യോഗങ്ങളൊന്നുമില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുന്ന യോഗങ്ങളൊന്നുമില്ല. മൊത്തം കാത്തിരിപ്പ് യോഗങ്ങളാണ്. അത് മാറണം. മുന്നോട്ട് ചുവടുവെക്കണം. യഹോവയുടെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനിൽ പതിച്ചപ്പോഴാണ് യോർദാന്റെ ഒഴുക്ക് നിന്നത്. ഇസ്രായേൽ മക്കൾ യെരിഹോ കോട്ട പിടിക്കാൻ നേരത്ത് ഒരു അവസരം നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ജീവിതത്തിൽ അതിൽ കയറാൻ കഴിയില്ല. എന്നാൽ അവരതിന് ചുറ്റും നടന്ന് ഒരുമിച്ച് ആർപ്പിട്ട് അവസരത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. ദൈവം അവിടെ പ്രവർത്തിച്ചു. നാം ദൈവ വഴിയിലാണെങ്കിൽ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവസരങ്ങളെല്ലാം ഉണ്ടായി വരും. സുവിശേഷം അറിയിക്കാൻ അറിയില്ലെങ്കിലും മുന്നോട്ട് പോ. ആരോടെങ്കിലൊക്കെ സംസാരിക്ക്. അവിടെയൊക്കെ അവസരങ്ങൾ ഉണ്ടായി വരും. എല്ലാം തുറന്നു കിട്ടിയിട്ട് എല്ലാം ചെയ്യാമെന്ന് പറയുന്നത്, ഒന്ന് മടിയന്റെ ലക്ഷണം, രണ്ട് അറിവില്ലായ്മ. ഇത് രണ്ടും നമ്മെ ചതിക്കുഴി കൊണ്ടുപോയി ചാടിക്കും. അതുകൊണ്ട് ഇന്നും വളരെ വിദ്യാഭ്യാസമുള്ളവർ പോലും 40-50 വയസ്സായിട്ടും ജോലിക്ക് പോകാതിരിപ്പുണ്ട്. ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്. അവർക്ക് പറ്റിയ ജോലി കിട്ടിയില്ലെന്നാ പറയുന്നത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കേ. ബാത്റൂം കഴുകാനെങ്കിലും പോകണം, മുനിസിപ്പാലിറ്റിയിൽ തൂക്കാനെങ്കിലും പോകണം. ഏത് ജോലി ചെയ്യാനും ലജ്ജിക്കരുത്. വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഈ സായിപ്പന്മാർ ചെയ്യുന്ന ജോലി, റോട്ടിലെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർക്കൊരു നാണമില്ല. ഇവിടെ പലരും ചെയ്യുന്ന ജോലി അവർ റോട്ടിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അവർക്കതൊന്നൊരു നാണക്കേടല്ല. ഏത് ജോലി ചെയ്യാനും ഒരു അഭിമാനം തോന്നിയാൽ, മറ്റുള്ളവരെന്നാ ഓർക്കുമെന്നുള്ള ചിന്ത വിട്ടിട്ട് എന്ത് ജോലിയും ചെയ്യുമെന്ന് തോന്നിയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. ആ ഒരു അളവിലേക്ക് മറ്റുള്ളവർ വളർന്നു വരണം. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ 9ാം ക്ലാസ്സുകാരൻ, സ്കൂൾ കുട്ടിയൊക്കെയാണ്. അവൻ ജോലിക്ക് പോകുന്നു. അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് ഞാൻ അവിടെ രാവിലെ ചെന്നപ്പോൾ അവൻ ജോലിക്ക് പോയാണ്. ഞാൻ ചോദിച്ചു, നീ എവിടെ പോകുന്നു? ആ അവധിക്കാലത്ത് 2 മാസത്തേക്ക് ഞാൻ ജോലിക്ക് പോവുകയാണ്. കിട്ടുന്ന ശമ്പളത്തിലല്ല, അവൻ എൻഗേജ്ഡ് ആണ്. വെറും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല. അവൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. നന്നായി പഠിക്കും. അങ്ങനെ ജോലിക്ക് പോയിട്ട് കുടുംബം ചെലവഴിക്കേണ്ട സാഹചര്യം ആ വീട്ടിലില്ല. 2 മാതാപിതാക്കളും നന്നായി അധ്വാനിച്ച് സമ്പാദിക്കുന്നവർ തന്നെയാണ്. എന്നിട്ട് ഈ ആങ്കൊച്ച് എന്തിനാ പോകുന്നത്? അവൻ്റെ അപ്പനും അമ്മയും പറഞ്ഞിട്ടല്ല, അവന് തോന്നി അധ്വാനിക്കണമെന്ന്. അവസരങ്ങൾ ഉണ്ടാക്കുകയാണ്, എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ എൻജിനീയറിങ്ങും മെഡിസിനൊക്കെ കഴിഞ്ഞിട്ട്, നേഴ്സിംഗ് കഴിഞ്ഞിട്ട് വേണം, 1 കൊല്ലത്തെ എക്സ്പീരിയൻസിന് വേണ്ടി നടക്കുകയാണ് പലരും. ഇപ്പോഴേ തുടങ്ങുന്നേ. എന്ത് കാര്യം ചെയ്താലും, എന്ത് കാര്യം ചെയ്ത് പരാജയപ്പെട്ടാലും അതൊരു എക്സ്പീരിയൻസാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. ബാത്റൂം കഴുകുന്നതിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. എല്ലാ കാര്യത്തിലും അവസരങ്ങൾക്കായി കാത്തിരിക്കരുത്, അവസരങ്ങളെ സൃഷ്ടിക്കുക. യേശു കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. വാക്ക് തന്നവനെ
എന്നും സത്യമായവനെ, നീ വാക്കുമാറാത്തവൻ, നീ വാക്കുമാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കുമാറാത്തവൻ, നീ വാക്കുമാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്ക് തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കുമാറാത്തവൻ, നീ വാക്കുമാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കുമാറാത്തവൻ, നീ വാക്കുമാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. സാഹചര്യങ്ങൾ മാറും, മനുഷ്യർ മാറും, അവസ്ഥകൾ മാറും, ഇന്ന് കാണുന്ന എല്ലാം മാറും. പക്ഷെ ഒരിക്കലും മാറാത്തവൻ യേശു മാത്രം. ഒരിക്കലും മാറാത്തത് യേശുവിൻ്റെ വചനം. ചേർന്ന് പാടാമോ? കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. കാലങ്ങൾ മാറുമേ, ഈ ഭൂമിയും മാറുമേ, മനുഷ്യരും മാറുമേ, നീയോ എന്നും മാറാത്തവൻ. വാക്കു തന്നവനെ, എന്നും സത്യമായവനെ, നീ വാക്കുമാറാത്തവൻ, നീ വാക്കുമാറാത്തവൻ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 39 നമ്മൾ വായിച്ചത്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. 40-ാം വാക്യം, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ കൂടി വന്നവർ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനപ്പെടണം, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് പത്രോസ് അവരെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് പ്രബോധിപ്പിച്ചു. എന്തെല്ലാം പറഞ്ഞു കാണും? യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, യേശു ചെയ്ത അത്ഭുതങ്ങൾ, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആ മറുരൂപ മലയിൽ രൂപാന്തരപ്പെട്ടതും മോശയും ഏലിയാവും ഒക്കെ ഇറങ്ങി വന്നതും എല്ലാം യേശു പ്രത്യേകം പറഞ്ഞിരുന്നു, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കും വരെ ഈ കാര്യം ആരോടും പറയരുത്. അതവർ പറഞ്ഞില്ല, പറയാനുള്ള ബോധവുമില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ആ അനുഭവങ്ങളൊക്കെ പറയുകയാണ്.
5 അപ്പം വർദ്ധിപ്പിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതും ലാസറിനെ ഉയർപ്പിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും യേശു മറുപടിയാണ്, യേശു മതിയായവനാണ്, അവൻ മരണത്തെയും തോൽപ്പിച്ചു, രോഗത്തെ തോൽപ്പിച്ചു, മനുഷ്യർക്ക് അസാധ്യമായ എല്ലാറ്റിനെയും അവൻ തോൽപ്പിച്ചവനാണ്, അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിച്ചു പോകില്ല. ഇങ്ങനെ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു. ഈ സ്നാനത്തിലേക്ക് വരുവാൻ, ഈ അഭിഷേകത്തിലേക്ക് വരുവാൻ, ഈ ദൈവകൃപയിലേക്ക് വരുവാൻ ഉത്സാഹിപ്പിച്ചു. സാക്ഷ്യം പറയുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും വചനം പറയുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുകയാണ്. കർത്താവിലേക്ക് വരാൻ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രബോധന പുത്രനായി മാറണം. മറ്റുള്ളവർക്ക് വെറും വചനം കേട്ടാൽ മാത്രം പോരാ, അവർക്ക് ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്നത് പോലെ അവരെ മുന്നോട്ട് ഈ വിശ്വാസത്തിലേക്ക് തള്ളിവിടാനുള്ളത് നമ്മളുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. നമ്മുടെ കുടുംബക്കാരോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മൾ പ്രബോധനങ്ങൾ പറയണം, അവരെ ഉത്സാഹിപ്പിക്കണം. എന്നിട്ട് പത്രോസ് പറയുകയാണ്, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ. ഈ തലമുറ നോഹയുടെ കാലത്തെ തലമുറ പോലെ തന്നെ തിന്നും കുടിച്ചും വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരും മുങ്ങിച്ചാകും വരെ അവരൊന്നും അറിഞ്ഞില്ല. ഇതുപോലത്തെ ഒരു തലമുറയിൽ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ തിരിയാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പത്രോസ് അവരോട് പറഞ്ഞു. അപ്പം നമ്മൾ പാർക്കുന്ന ഈ തലമുറ ഇത് തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൻ്റെ കാലത്തുള്ള തലമുറ ഇതായിരുന്നെങ്കിൽ, ഇന്റർനെറ്റും അതുപോലെ ടെക്നോളജിയുടെ ഹൈ എൻഡിൽ നിൽക്കുന്ന, പാപം മൊബൈലിലിരിക്കുന്ന, ഹൃദയത്തിൽ എപ്പോഴും പാപം നിറഞ്ഞിരിക്കുന്ന ഇതുപോലൊരു വക്രതയുള്ള, ജീവിതത്തിൽ കോട്ടമുള്ള ഒരു തലമുറ മറ്റൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോൾ ഇതിൻ്റെ അപ്പുറമായിരിക്കും. നമ്മൾ പണ്ട് കേൾക്കാത്ത പല പാപവുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. പണ്ട് ലജ്ജയായതിൽ ഇന്ന് അടുത്ത തലമുറയ്ക്ക് മാന്യതയാണ്. ഇന്ന് എവിടെ നോക്കിയാലും പാപത്തിൻ്റെ ഒരു അഴുക്ക് ചാലാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമെങ്കിലും വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും എന്ന് പട്ടണക്കാർ വന്ന് എലീശയോട് പറഞ്ഞതുപോലെ നമ്മൾ പാർക്കുന്ന പട്ടണമൊക്കെ ചീത്തയായി മാറി, ഗർഭനാശകമായി മാറി, പാപം കൊണ്ട് നിറഞ്ഞു. മൂത്തവർക്ക് ഇളയവരെ വഴക്ക് പറയാൻ മേല, ടീച്ചേഴ്സിന് കുട്ടികളെ തല്ലാൻ പോലും അനുവാദമില്ല, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ അടിക്കാൻ അവകാശമില്ല, അവർ ചെയ്യുന്ന തെറ്റിനെ തിരുത്താൻ കഴിയില്ല. അങ്ങനെ വാത്സല്യമില്ലാത്തവർ, കരുണയില്ലാത്തവർ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ആരോട് ഇണങ്ങാത്തവർ, പ്രാകൃതന്മാർ, എല്ലാ ഗുണങ്ങളെയും എതിർക്കുന്നവർ, സൽഗുണദ്വേഷികൾ. 2 തിമോത്തി 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ കാണാം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പനെ അമ്മയൊന്നും അനുസരിക്കാത്തൊരു തലമുറ, അനുസരിക്കാത്ത പോട്ടെ, തലക്കടിച്ചു കൊല്ലുകയാണ്. അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. ഇതുപോലൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. യേശുവേ എന്നെ സഹായിക്കണമേ. ഈ തലമുറയിൽ ഇവരിൽ ഒരാളായി ഞാൻ തീരരുതേ. ഞാൻ അങ്ങിലേക്ക് വരുന്നു. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൽ നിറച്ച് എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ. മറ്റു പല വാക്കുകളാലും പത്രോസ് അവരെ പ്രബോധിപ്പിച്ച് സാക്ഷ്യം പറഞ്ഞു. അടുത്തത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. ആ വന്നവരാരും
വീട്ടിൽ പോയി ഭാര്യയോട് ചോദിക്കട്ടെ, മക്കളോട് ചോദിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. ശബ്ദം കേട്ട് ഓടി വന്നവരാണ്. അവരാരും തിരിച്ച് വീട്ടിൽ പോകാനൊന്നും നിന്നില്ല. അവരെല്ലാം സ്നാനപ്പെടാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി. എല്ലാവരും സ്നാന വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. 3000 പേര് ഒരുമിച്ച്. പരിശുദ്ധാത്മാവ് ഈ പത്രോസിനെ ഒരു അത്ഭുത ഉപകരണമായിട്ട് ഉപയോഗിച്ചു. പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ പത്രോസിന്റെ പ്രസംഗം അവർക്കൊരു തമാശയായി തോന്നും. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പത്രോസിന്റെ വാക്കുകളെല്ലാം അബദ്ധങ്ങളായി മാറും. കാരണം അതിനു മുമ്പ് അവൻ പറഞ്ഞിരുന്നതെല്ലാം അബദ്ധവാക്കുകളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് കൊടുത്ത വാക്കുകൾ, ആ വാക്കുകൾ 3000 പേരെ യേശുവിലേക്ക് തിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വായിൽ ഇതുപോലെയുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവ് തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരങ്ങൾ സ്നാനപ്പെടാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ മുമ്പിൽ തടിച്ചുകൂടുന്ന ഒരു സമയം വരട്ടെ. പ്രത്യേകിച്ച് ജീസസ് എവരിഡേ കേൾക്കുന്ന ഓരോ ദൈവദാസന്മാരെ നിങ്ങളുടെ മുൻപിൽ അത് അങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ഒരിക്കൽ നടന്നതല്ല, ഇന്നും തുടരുകയാണ്. ഇന്ന് 10,000 ഒരുമിച്ച് സ്നാനപ്പെടുന്ന കാലമാണ്. 85 ലക്ഷം പേര് ഒരുമിച്ച് കൂടുന്ന ഈനോക്ക് അഡീബോയ് എന്ന ദൈവദാസന്റെ സഭ 30,000 ഏക്കറിൽ നൈജീരിയയിലുണ്ട്. അവിടെയൊക്കെ സ്നാനപ്പെടുന്നത് കണക്കില്ലാതെയാണ്. അവിടെയൊക്കെ ഓരോ മാസവും ലക്ഷങ്ങൾ രക്ഷിക്കപ്പെട്ടു വരുന്നു. അതിന്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ശക്തിയോടെ അവിടെ പ്രവർത്തിക്കുന്നു. ഈനോക്ക് അഡീബോയ് എന്ന ദൈവദാസന്റെ പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് കേട്ടാൽ ഇഷ്ടപ്പെടില്ല. നല്ല പ്രാസമില്ല, കലാഭംഗികൾ ഒന്നുമില്ല, ആകർഷിക്കത്തക്ക വാക്കുകളൊന്നും പറയാറില്ല. എന്നാൽ ജനങ്ങൾ വിടുവിക്കപ്പെടുകയാണ്, ജനങ്ങൾ രക്ഷിക്കപ്പെടുകയാണ്, ജനങ്ങൾ രൂപാന്തരപ്പെടുകയാണ്, ജനങ്ങൾ ഓടിക്കൂടുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിക്കുന്നു. ഇവരെല്ലാം മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിജയ രഹസ്യം. നമുക്കും ചരിത്രങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ വാചക കസർത്തുകൾ കൊണ്ടല്ല ജനങ്ങൾ വിടുവിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ ആകർഷിക്കുന്നതാണ്. ജനങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നും പല ക്രൗഡ് പുള്ളേഴ്സ് ഉണ്ട്. വലിയ ക്രൗഡുകളെ കൊണ്ടുവരുന്നു, വലിയ കൂട്ടം ജനങ്ങളെ. ചില ദൈവദാസന്മാർ വന്നാൽ ആകർഷിക്കപ്പെടും. അവരെവിടെ ചെന്നാലും വലിയ കൂട്ടങ്ങളുണ്ടാകും. അതിൻ്റെ കാരണം അവരെ ദൈവം പരിശുദ്ധാത്മാവിൽ നിറച്ചു നിർത്തിയിരിക്കുകയാണ്. അവരെവിടെ ചെന്നാലും ജനങ്ങൾ കൂടും. ബെന്നിഹിൻ എവിടെ വരുന്നു അവിടെ ജനലക്ഷങ്ങൾ കൂടും. റീനാഡ് ബോംഗെ പോലുള്ള ദൈവദാസന്മാർ, അവരൊക്കെ എവിടെ ചെന്നാലും ജനലക്ഷങ്ങൾ തടിച്ചുകൂടും. അതിൻ്റെ കാരണം അവരിലുള്ള പ്രത്യേകതയല്ല, അവരിൽ വ്യാപരിക്കുന്ന ആത്യന്ത ശക്തിയെ അവർ തിരിച്ചറിഞ്ഞ് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സാഹചര്യങ്ങൾ മാറി. വലിയ വലിയ പ്രവർത്തികൾ ഉണ്ടാകാൻ തുടങ്ങി, വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് വിശ്രമിക്കാം. നമ്മൾ നന്നാ രാവിലെ എഴുന്നേറ്റത് കൊണ്ടോ വളരെ താമസിച്ച് കിടന്നുകൊണ്ടോ കാര്യമായില്ല. തൻ്റെ പ്രിയനും അവൻ ഉറക്കത്തിൽ കൊടുക്കും. ഇതാ ഒരു പത്രോസ് എഴുന്നേറ്റപ്പോൾ ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നിൽ വ്യാപരിച്ചു. അന്ന് 3000 പേർ സ്നാനപ്പെട്ടു. അവരുടെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ട് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 120 പേർ. യേശു പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തെ കാത്തിരിക്കണം. ഗലീലക്കാരായ സാധുക്കളായ മനുഷ്യർ പട്ടണത്തിൽ എങ്ങനെ പാർക്കും? വാടക എന്താണ്? ഒരു മർക്കോസിന്റെ മാളിക മുറിയിൽ എല്ലാം കൂടി തമ്പടിച്ചിരിക്കുകയാണ്. അവർക്ക് ചെലവിടാൻ പൈസയൊന്നുമില്ല. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്തവരാണിവർ. എന്നാൽ ഒറ്റ പ്രസംഗം, പരിശുദ്ധാത്മാവ് വന്നു, ഒറ്റ പ്രസംഗം. ലോകരാജ്യങ്ങളിൽ പോകുന്ന
ഉയർന്ന മനുഷ്യർ 3000 പേർ അവരോട് ചേർന്ന് നിന്നു. അതിൻ്റെ അർത്ഥം അവരുടെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുന്ന ഒരു ചുവടുവയ്പ്പായിരുന്നു കർത്താവ് ആദ്യം ചെയ്തത്. സ്നാനപ്പെട്ടിട്ട് അവരെല്ലാം അവരുടെ വഴിക്ക് പോയെന്നല്ല, അവരോട് ചേർന്നു, അവരുടെ ആശയത്തോട് ചേർന്നു, അവരുടെ ഭാവി പ്ലാനുകളോട് ചേർന്നു, ഒറ്റക്കെട്ടായി നിന്നു. എന്താ ആവശ്യം? എന്ത് വേണം? എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിനും തയ്യാറാണ്. പിന്നെ നമ്മൾ വായിക്കുന്നു, വസ്തുവക വരെ വിറ്റ് ഈ അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. യേശു അതാണ് പറഞ്ഞത്, പോകരുത്. ഒരു ബ്രേക്ക് ത്രൂ നടക്കാൻ പോകുന്നു, പോകരുത്. നിങ്ങൾ ഗലീലയ്ക്ക് പോകരുത്. ഒന്നും കണ്ടില്ലെങ്കിലും വെയിറ്റ് ചെയ്യ്, ഒരു ദിവസം അത് സംഭവിക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ഇതുപോലെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ചുവടുവെക്ക്. പഴയതിലേക്ക് പോകരുത്, പിന്മാറിപ്പോകരുത്, പഴയ മീൻപിടുത്തത്തിലേക്ക് പോകരുത്. വെയിറ്റ് ചെയ്യ്, എന്തോ ദൈവം ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത് കേട്ട ഓരോരുത്തരും അത്ഭുതകരമായി പരിശുദ്ധാത്മാവിൻ്റെ കരം കാണട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ കടന്നു വരുന്ന ജനക്കൂട്ടങ്ങളെ കാണട്ടെ, വിടുതലുകളെ കാണട്ടെ. 1000 10,000 സ്നാനപ്പെട്ട് അങ്ങയുടെ സഭയോട് ചേരാൻ ഒരു ദിവസം മതിയല്ലോ കർത്താവേ. ആ ഒരു ദിവസത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് വേഗത്തിൽ നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പെന്തക്കോസ്ത് ഇനിയും ആവർത്തിക്കുന്നതിനായി സ്തോത്രം. പെന്തക്കോസ്ത് നാൾ ഇനിയും തുടരുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവരെല്ലാം സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാവിൽ പ്രാപിക്കട്ടെ. എല്ലാവരും കർത്താവിൻ്റെ വേലക്കാരാകട്ടെ. യേശുവിലൂടെയുള്ള അനുഗ്രഹങ്ങൾ അവർ കാണട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം അവരോടുകൂടി ഇരുന്നു എന്ന് വായിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് അവരോടുകൂടി ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ നമ്മോടുകൂടെയും പ്രവർത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു.